വി.ടി. ബൽറാം MLA സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സ്വതന്ത്ര ലോകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്ര യുക്തിചിന്ത സെമിനാർ, ദേശീയ തലത്തിലെ ഒരു സെമിനാർ 2 ദിവസമായി ഇവിടെ നടക്കുകയാണ്. ഇന്ന് ആദ്യ ദിവസമാണെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയുള്ള 2 ദിവസങ്ങളിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ചർച്ചകളും സെമിനാറുകളും ആശയവിനിമയങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ മനസ്സ് കാണിച്ച ഡോക്ടർ വിശ്വനാഥൻ, മറ്റ് സംഘാടകർ, അവരോടാദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഉപദേശങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. പല തലങ്ങളിൽ നിന്ന്, എന്നെ സ്നേഹിക്കുന്ന ആളുകളിൽ നിന്ന്, അഭ്യുദയകാംക്ഷികളിൽ നിന്ന്, ഏറ്റവും ഒടുവിൽ ഇന്നലെയും ഇന്നുമായിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എന്തോ വലിയ കുഴപ്പമുണ്ടാവാൻ പോവുകയാണ്, അതുകൊണ്ട് MLA പങ്കെടുക്കുന്നത് സൂക്ഷിച്ച് വേണം എന്നൊക്കെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും ഈ ആശയത്തോട് പൂർണ്ണമായ യോജിപ്പുള്ള ഒരു വ്യക്തി, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിതിൽ പങ്കെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ തീരുമാനമായി എന്നും എടുത്തത്. ഞാൻ ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മൾ തമ്മിൽ അങ്ങനെ സംസാരിച്ച് ഒരു ആശയ സമന്വയത്തിലെത്തേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ ചിന്തകളെ, ആ വേവ് ലെങ്തിനെ ഏതാണ്ടൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആണ് ഞാനിവിടെ നിൽക്കുന്നതും. സ്വാഭാവികമായി പക്ഷേ ഈ ആശയത്തിന് നമ്മുടെ സമൂഹത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഒരു ജനാധിപത്യത്തിൽ എണ്ണം വളരെ പ്രധാനമാണ്. ഡോക്ടർ വിശ്വനാഥൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ 2 തവണ ആവർത്തിച്ചൊരു വാക്കുണ്ട്: സ്വാഭാവികമായ പരിമിതികളെ അതിനകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അതിലംഘിച്ചുകൊണ്ടാണ് ഇത്തരം ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്നുള്ളത്. ആ പരിമിതി എൻ്റേത് മാത്രമല്ല, അത് ഈ സമൂഹത്തിൻ്റേത് മുഴുവനാണെന്ന് എനിക്ക് തോന്നുകയാണ്. എന്നെപ്പോലുള്ള ആളുകൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. സ്വാഭാവികമായി തന്നെ എല്ലാവർക്കും ഓരോ വോട്ടാണ് ഈ നാട്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടിൻ്റെ എണ്ണം വളരെ പ്രധാനമാണ്. ആൾക്കൂട്ടം എവിടെ നിൽക്കുന്നു എന്നുള്ളത് പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് പോകാൻ ഞങ്ങളടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പൂർണ്ണമായി വിസ്മരിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ ആൾക്കൂട്ടത്തോടൊപ്പം നടക്കുക, അല്ലെങ്കിൽ ആൾക്കൂട്ടം തെളിക്കുന്ന വഴിയെ മാത്രം നടക്കുക എന്നുള്ളതല്ല ഒരു കാലത്തും രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം. ഒരുപക്ഷേ അതിന് താൽക്കാലികമായ തിരിച്ചടികൾ ഉണ്ടായേക്കാം എന്ന് പോലും യാഥാർത്ഥ്യബോധത്തോടു കൂടി ഞാൻ ഉൾക്കൊള്ളുകയാണ്. പക്ഷെ ചില നിലപാടുകൾ വിളിച്ചു പറയേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. ചില അഭിപ്രായങ്ങൾ ചില കാലഘട്ടങ്ങളിൽ പറയേണ്ടത് തന്നെയാണ്. ആ അഭിപ്രായങ്ങൾ പറയാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സമൂഹം പുതിയ ചിന്തകളിലേക്ക്, പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് അവരും കടന്നു വരികയുള്ളൂ, അവർക്കും അത് പരിചിതമാകുകയുള്ളൂ. ഇവിടെ ജ്ഞാനോദയ മൂല്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ആധുനികോത്തര മൂല്യ സങ്കല്പങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള പുതിയ വീക്ഷണങ്ങൾ ഉയർത്തിയതിൻ്റെ പേരിലാണ് നരേന്ദ്ര ധാബോൽക്കറിൻ്റെ പേരിലുള്ള ഈ അവാർഡ് കിസ് ഓഫ് ലവിങ്ങിൻ്റെ പ്രവർത്തകർക്ക് നൽകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ചിന്ത വളരെ പ്രസക്തമാണ്. പക്ഷെ സമൂഹത്തിന് അത് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഒരു യഥാർത്ഥ പൊളിറ്റിക്സ് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിലേക്ക് ആ ത്രഷോൾഡ് ബ്രേക്ക് ചെയ്തിട്ടില്ല. കേരളീയ സമൂഹത്തിൽ വലിയ പ്രതീക്ഷകൾ നമ്മൾ വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പലരും തുടക്കത്തിലെടുത്ത പോസിറ്റീവായ സ്റ്റാൻഡിൽ നിന്ന് മാറി നമ്മെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും കാണാതിരുന്നുകൂടാ. സമരം എല്ലാവർക്കും യോജിക്കുന്ന ഒന്നായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. എനിക്ക് ആ ലോജിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും യോജിക്കാവുന്നൊരു സമരമുണ്ടോ? എല്ലാവരും ഒരു കാര്യത്തോട് യോജിക്കുകയാണെങ്കിൽ പിന്നെ സമരത്തിൻ്റെ ആവശ്യമുണ്ടോ? ഏതൊരു സമരവും ചില ആളുകൾക്കെതിരായിരിക്കും, ചില കാഴ്ചപ്പാടുകൾക്കെതിരായിരിക്കും, ചില വ്യവസ്ഥിതികൾക്കെതിരായിരിക്കും. ഇപ്പം സാർ രാജാക്കന്മാരുടെ സമ്മതത്തോടു കൂടിയല്ലല്ലോ റഷ്യൻ വിപ്ലവം നടന്നത്. അവർക്ക് യോജിക്കാവുന്നൊരു സമരമായിരുന്നില്ലല്ലോ ആ വിപ്ലവം. അപ്പോൾ സ്വാഭാവികമായി തന്നെ ചില സമരങ്ങൾ, ചില ആശയങ്ങൾ ധൈര്യപൂർവ്വം ചിലർ മുന്നോട്ട് വയ്ക്കുമ്പോൾ
പരമ്പരാഗതമായ ഇടുങ്ങിയ ചിന്താഗതികളിൽ നിന്ന് പുറത്തു കടക്കാൻ വിമുഖതയുള്ള ആളുകൾക്ക് ഒറ്റയടിക്ക് അത് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ എല്ലാവരും ശരിയായി വരട്ടെ, എല്ലാവരും ഒരു സമവായത്തിൽ എത്തട്ടെ എന്ന് വിചാരിച്ച് സമരം ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ അതുവരെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ അത് ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ഫാഷിസം ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ്, ഒരു ആപൽ ഭീതി മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ വാതിലിനപ്പുറത്ത് നിന്ന് നമ്മെ എത്തിച്ചു നോക്കുന്ന ഒരു ഭീകരസത്വമായിട്ട് മുൻകാലങ്ങളിൽ അതിനെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അവസ്ഥയൊക്കെ കഴിഞ്ഞു. വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് വന്നു കഴിഞ്ഞു. അതിനോടുള്ള ഏതൊരു പ്രതികരണവും ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകൾ കരുതുന്നത്. ഈ ഒരു സമരത്തിൻ്റെ ഒരു പ്രകോപനപരതയുണ്ട്. ആ പ്രകോപനപരത തന്നെയാണ് ആ സമരത്തെ വിജയിപ്പിച്ചത്. റെസ്റ്റോറൻറ്റിൽ ചുംബിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ സാധിക്കുക, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ പങ്കാളിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റോട്ടിലും ചുംബിക്കും, നീ ആരാടാ ചോദിക്കാൻ തന്നെ, അല്ലാണ്ട് വേറെ ചോദ്യമില്ല അതിൽ. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ആ ഒരു ചോദ്യമല്ലാതെ മറ്റൊരു ചോദ്യമില്ല അക്കാര്യത്തിൽ. അതുകൊണ്ട് എനിക്ക് കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തകരോട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ സമീപകാലത്ത് നിങ്ങളുടെ ആ സമരരൂപത്തിൽ നിന്നുള്ള കോംപ്രമൈസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ ഇതിനെ വളച്ചൊടിച്ച് ഇതേപോലെ എല്ലാവർക്കും യോജിക്കാവുന്ന സാധനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രതീകാത്മകമായിട്ടുള്ളൊരു സമരം, ആ അർത്ഥത്തിൽ ഇതിനെ നോക്കിക്കാണുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പ്രതീകാത്മക സമരങ്ങൾ എന്നും നമ്മുടെ ചരിത്രത്തിലുണ്ടായിരുന്നു. നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ചത് അത്തരം പ്രതീകാത്മക സമരങ്ങൾ തന്നെയാണ്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം അത്തരത്തിലുള്ള പ്രതീകാത്മകമായ സമരമായിരുന്നു. ബ്രിട്ടീഷുകാരൻ പറയുകയാണ്, നിങ്ങൾക്ക് ഉപ്പുണ്ടാക്കാൻ സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ ആ ഉപ്പുണ്ടാക്കിയാൽ എനിക്ക് കനത്ത നികുതി തരേണ്ടി വരും. അവിടെ ഗാന്ധിക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊരു മറുപടിയുമല്ല, ഇതെൻ്റെ നാടാണ്, ഇതെൻ്റെ മണ്ണാണ്, ഇത് എൻ്റെ കടലാണ്, ആ കടലിൽ നിന്ന് എൻ്റെ അധ്വാനം ഉപയോഗിച്ച് ഞാൻ ഉപ്പുണ്ടാക്കുക തന്നെ ചെയ്യും, അത് ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് നേരിട്ടുള്ള ഉത്തരവും. അങ്ങനെയാണ് ഉപ്പു സത്യാഗ്രഹം ഉണ്ടായത്. പ്രതിഷ്ഠ നടത്താൻ ഞങ്ങൾക്കേ അധികാരമുള്ളൂ എന്നാണ് ബ്രാഹ്മണ്യം പറഞ്ഞിരുന്നത്. അവരുടെ മുമ്പിൽ ഗുരുവിന് മുന്നോട്ട് വെക്കാൻ മറ്റൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പ്രതിഷ്ഠ നടത്താൻ അവകാശമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശിവനെ പ്രതിഷ്ഠിച്ചുകൊള്ളുക, ഞങ്ങൾ ഞങ്ങളുടെ ശിവനുമായി ഇതാ മുന്നോട്ട് പോകുന്നു. അവിടെയാണ് ഇത്തരത്തിലുള്ള മറുപടികൾ അടിസ്ഥാനപരമായ സാമൂഹ്യ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത്. വഴി നടക്കാൻ പോലും അവകാശമില്ലാത്ത ആളുകളാണ് ഇവർ. ഇവരുമായി കൂട്ടുകൂടരുത്, ഇവരെ തുടരുത്, ഇവരെ കണ്ണിൻ്റെ നേരെ പോലും കണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ അതിനോടുള്ള മറുപടി എന്ന് പറയുന്ന, അവരെ ഒപ്പം ഇരുത്തി ഞാൻ ഭക്ഷണം കഴിക്കും, മിശ്രഭോജനം ഞാൻ നടത്തും, പന്തിഭോജനം ഞാൻ നടത്തും, ആരാണ് ചോദിക്കാൻ എന്നുള്ളത് തന്നെയാണ് അതിനോടുള്ള രാഷ്ട്രീയമായ റെസ്പോൺസ്. നിങ്ങൾക്ക് വഴി നടക്കാൻ അവകാശമില്ല എന്ന് പറയുമ്പോൾ ഞാൻ വേണമെങ്കിൽ രാജാവിനെ പോലെ വില്ലുവണ്ടിയിൽ നടക്കും, എന്നെ തടയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തടയുക എന്നാണ് അയ്യങ്കാളി സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തകർ ഉയർത്തിയ സമരരൂപം, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രകോപനപരതയ്ക്കപ്പുറവും ഈ സമൂഹത്തിൻ്റെ പൊതുബോധങ്ങളെ ഷെയ്ക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഏറ്റവും ശക്തമായ ഒരു സാമൂഹ്യ മാറ്റത്തിന് ഈ കേരളത്തിൽ വഴി തെളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ നോക്കിക്കാണുന്നത്. സംസ്കാരം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. എന്നും അധീശവർഗത്തിൻ്റെ ഒരു അവർക്ക് സമൂഹത്തിൽ ആധിപത്യം തെളിയിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടൂളാണത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇത്തരത്തിലുള്ള ആളുകൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സംസ്കാരത്തെ, അതിൻ്റെ ചില വശങ്ങളെയെങ്കിലും നമുക്ക് ചോദ്യം ചെയ്തേ മതിയാവും. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ടെർമിനോളജിയാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് പല മുഖങ്ങളുണ്ട്, പല ഭാവങ്ങളുണ്ട്. അതിന് ഏറ്റവും വലിയ നന്മയായിട്ട് എനിക്ക് തോന്നുന്നത് അതിൽ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. അതിന് വലിയ ഒരു സംവാദാത്മകതയുണ്ട്. എല്ലാ അർത്ഥത്തിലുള്ള ആശയങ്ങളെയും ഉൾക്കൊള്ളാനുള്ള, താത്വികമായിട്ടെങ്കിലും
പ്രയോഗതലത്തിൽ മറ്റൊരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എങ്കിൽ പോലും താത്വിക തലത്തിലെങ്കിലും വ്യത്യസ്ത ആശയങ്ങളെ, വ്യത്യസ്ത സങ്കല്പങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിക്കാനും അതിലെ ശരികളെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ഒരു വിശാലമായ ഭൂമിക അത് പ്രദാനം ചെയ്യുന്നുണ്ട്. അതൊരെൻ്റെ നന്മയാണ്. ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അഭിമാനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ എടുക്കാൻ സാധിക്കുന്ന ഒരുപാട് നല്ല സാംസ്കാരിക വശങ്ങൾ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും. പക്ഷെ അപകടം എന്ന് പറയുന്നത് ഇതിനൊരു പാക്കേജായി എടുക്കുമ്പോഴാണ്. ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിലൊരു വശവും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, അത് മുഴുവൻ എടുത്തോളണം. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അതിലേതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അനഭിലഷണീയതയെക്കുറിച്ച് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ ഒറ്റയടിക്ക് ഹിന്ദു വിരുദ്ധനാവും, നിങ്ങൾ ഒറ്റയടിക്ക് ഭാരതീയ വിരുദ്ധനാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കടന്നു വരുമ്പോഴാണ് ഇത് അപകടമായി മാറുന്നത്. അവരോട് സ്നേഹപൂർവ്വം വിയോജിക്കുകയല്ലാതെ നമുക്ക് മറ്റു മാർഗമില്ല. ആ വിയോജിപ്പിൻ്റെ ശബ്ദം എന്നും നമുക്ക് ഉയർത്തേണ്ടിയിരിക്കുന്നു. ഇന്ന് ഘർ വാപ്പസിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ഈ വാപ്പസി എന്ന് പറയുമ്പോൾ, തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് എന്നും ഫാഷിസ്റ്റുകളുടെയും വലതുപക്ഷവാദികളുടെയും അവരുടെ എന്നത്തെയും വലിയ ഇഷ്ട വിഷയമാണ്. തിരിച്ചുപോക്ക്, ഒരുതരം പുനരുത്ഥാനവാദം, പഴമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പഴയ കാലത്തെ പാലും തേനും ഒഴുകുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുതരം ഭ്രമകൽപ്പന നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിലേക്കുള്ള തിരിച്ചുപോക്കിന് വേണ്ടി സമൂഹത്തെ മാടി വിളിക്കുക എന്ന് പറയുന്നത് എന്നും ഇവരുടെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് വാപ്സി എന്ന വാക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്കാണ് എന്നുള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിനോട് അത്ര വിയോജിപ്പില്ല. പക്ഷേ ഈ ഘർ എന്ന് പറയുന്ന ആശയമുണ്ടല്ലോ, വീട് എന്ന് പറയുന്ന ആശയം, അതിനെയാണ് ഇവർ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിൽ വരുന്ന അർത്ഥമാറ്റത്തെക്കുറിച്ചാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ കൺസേൺഡ് ആയിരിക്കേണ്ടത്. വീട് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ, കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ സമൂഹം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇന്ന് സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ വീടിൻ്റെ സങ്കല്പത്തോട് യോജിക്കാൻ സാധിക്കുകയില്ല. കാരണം അവർ പറയുന്നത് ഇവിടുത്തെ വീട് എന്ന് പറയുന്നത്, ഈ സമൂഹം എന്ന് പറയുന്നത് ഹിന്ദുക്കളുടേത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ രാമസന്തതികളും ബാക്കിയുള്ളവർ മുഴുവൻ ജാരസന്തതികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ഉന്നതങ്ങളിൽ നിന്ന് വരെ ഈ ആശയം പുറപ്പെടുവിക്കപ്പെടുന്നത്. ആ ആശയമാണ് എതിർക്കപ്പെടേണ്ടത്. സത്യത്തിൽ ഈ വീട് അതെല്ലാവരുടേതുമായിരുന്നു എന്നും എക്കാലത്തും അങ്ങനെ ആയിരിക്കുകയും വേണം. ഈ വീട് ഹിന്ദുക്കളുടേതാണ്, ഈ വീട് മുസ്ലിങ്ങളുടേതാണ്, ഈ വീട് ക്രിസ്ത്യാനികളുടേതാണ്, ഈ വീട് എല്ലാ മതസ്ഥരുടേതുമാണ്, ഈ വീട് ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത മനുഷ്യരുടേതുമാണ്. അങ്ങനെ എല്ലാവരുടേതുമായി ഈ വീടിനെ മാറ്റാനും നിലനിർത്താനും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. 67 വർഷം മുമ്പ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുമ്പോൾ അന്ന് നമ്മൾ കൺഫ്രണ്ട് ചെയ്തൊരു ചോദ്യമാണിത്. ഈ വീട് ആരുടേതായിരിക്കണം? മതത്തിൻ്റെ പേരിലാണ് വെട്ടിമുറിക്കപ്പെടുന്നത് രാജ്യം. അപ്പുറത്തുണ്ടാവുന്നത് മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ടു പോയ ഒരു പ്രത്യേക മതവിഭാഗക്കാരുടേതായിട്ടുള്ള ഒരു വീട് അപ്പുറത്തുണ്ടാകുമ്പോൾ ഈ വീട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് അന്നും ചില ആളുകൾ ആശയം മുന്നോട്ട് വെച്ചിരുന്നു. അവിടെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ദീർഘദർശികളായ രാഷ്ട്രതന്ത്രജ്ഞന്മാരുടെ ദൃഢനിശ്ചയം, നിശ്ചയദാർഢ്യപൂർണമായ തീരുമാനം ഈ രാജ്യത്തിൻ്റെ അടിത്തറയെ രൂപപ്പെടുത്തിയത്. നമ്മൾ പറഞ്ഞു, അപ്പുറത്തുണ്ടാവുന്ന എന്ത് പണ്ടാറായിക്കോട്ടെ, ഇവിടെ ഉണ്ടാവുന്നത് ഒരു മതേതര രാഷ്ട്രമായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മോഡേൺ സെക്യുലർ ഇന്ത്യ നമുക്കുണ്ടാക്കാൻ സാധിച്ചത്. ആ അടിത്തറ, അതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ വീട് യഥാർത്ഥത്തിൽ വീട് തന്നെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ഹിന്ദു മതം എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, അപ്പോഴും നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരികയാണ്. എന്തുകൊണ്ടാണ് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ മാത്രം ഈ വീട്ടിൽ നിന്ന് ആളുകൾ പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്താൻ വീട്ടിലുള്ളവർ തയ്യാറാവണം. ഇവിടെ നിലനിൽക്കുന്ന കൊടിയ മനുഷ്യത്വരഹിതമായ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അയിത്തം, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഭൂമിയിൽ ഉടമസ്ഥാവകാശമില്ല, അക്ഷരം പഠിക്കാനുള്ള അവകാശമില്ല, വഴി നടക്കാനുള്ള അവകാശമില്ല, നിഴൽ നിലത്ത് വീഴാനുള്ള അവകാശം പോലുമില്ല. ഇങ്ങനെയുള്ള വീട്ടിൽ ആരാണ് നിൽക്കുക? അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പോകേണ്ടി വന്നത്. പോയിട്ട് അപ്പുറത്ത് ചെന്നപ്പോൾ അവിടെയും കാര്യങ്ങളൊന്നും വലിയ വ്യത്യസ്തമല്ല എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് കുറേ ആളുകൾക്ക് തിരിച്ചു വരാൻ തോന്നിപ്പോകുന്നത്. ഞാൻ മതപരിവർത്തനത്തിനെതിരല്ല. മതപരിവർത്തനം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭരണഘടനാപരമായ മൗലികാവകാശങ്ങളുടെ ഭാഗമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർട്ടിക്കിൾ 25 പറയുന്നത് എവറി പേഴ്സൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് വൺസ് ഓൺ റിലീജിയൻ എന്നാണ്. പ്രൊഫസ് ചെയ്യാൻ സാധിക്കും, പ്രാക്ടീസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്,
പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതവിശ്വാസം മറ്റുള്ളവരിലേക്ക് പകർത്താനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ആ മതവിശ്വാസം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മറ്റുള്ള ആളുകൾ കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ അവർക്ക് ഏത് മതവും സ്വീകരിക്കാൻ, ഉള്ള മതത്തിൽ നിന്ന് മാറാനൊക്കെയുള്ള സ്വാതന്ത്ര്യം അത് ഭരണഘടനാപരമായ സ്വാതന്ത്ര്യമാണ്. ആ അർത്ഥത്തിൽ മതപരിവർത്തനത്തെ ആ അർത്ഥത്തിൽ നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഈ മതം എന്ന് പറയുന്നത് അങ്ങനെ വലിയൊരു ഉരുമ്പൊലക്കൊന്നും അല്ല എന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പറ്റുന്ന സാധനമാണെന്നും ഒക്കെയുള്ളൊരു തോന്നൽ വരുന്നത് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി കുറയ്ക്കുന്നതിന് കുറച്ച് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ഈ നാട്ടിലെ 100-ൽ 99 മതവിശ്വാസിയും ഹെറിഡിറ്ററിയായി അല്ലെങ്കിൽ ജന്മസിദ്ധമായി, ഹെറിഡിറ്ററി എന്ന് പറയുന്നില്ല, ജന്മസിദ്ധമായി മതത്തെ ഏറ്റെടുത്തവരാണ്. ഒരു പ്രത്യേക കുടുംബത്തിൽ യാദൃശ്ചികമായി ജനിക്കുന്നു. വളരെ യാദൃശ്ചികമായിട്ടുള്ളൊരു കാര്യമാണത്. നമ്മൾ ജനിച്ച കുടുംബത്തിൻ്റെ മതവിശ്വാസം ഒരു പ്രത്യേക മതവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ആ മതത്തിലേക്ക് ചെറുപ്പം മുതലേ ഉൾക്കൊള്ളപ്പെടുന്നു. അതിനപ്പുറത്ത് ലോകത്തിലെ എല്ലാ മതഗ്രന്ഥങ്ങളെയും നിരത്തി വച്ച് അതിനെ ഓരോന്നിനെയും ആഴത്തിൽ പഠിച്ച് ഈ മതമല്ല, ഈ മതമാണ് ശരി, അതല്ല, ഇതാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി ശരി എന്ന് കണ്ട് ആ മതത്തിലേക്ക് ചേക്കേറിയ ആളുകൾ വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജന്മസിദ്ധമായ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മതവിശ്വാസത്തെ ആജീവനാന്തം തലയിലേറ്റി ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് വിചാരിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് ഇവരെല്ലാവരും പരസ്പരം കറങ്ങി തിരിഞ്ഞ് വരട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു പൊട്ടക്കിണറ്റിൽ നിന്ന് വേറെ പൊട്ടക്കിണറ്റിലേക്ക് ആളുകൾ ചാടുക എന്നുള്ളതല്ല, മറിച്ച് ഇതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് വിശാലമായ ലോകത്തിലേക്ക് ഇവരൊന്ന് എത്തിപ്പെട്ടിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ മതപരിവർത്തനമല്ല യഥാർത്ഥത്തിൽ സമൂഹത്തിന് ആവശ്യം. മതങ്ങളിൽ നിന്ന് തന്നെയുള്ള പരിവർത്തനം, മനുഷ്യനിലേക്കുള്ള പരിവർത്തനം, അത് മുമ്പ് എന്നത്തേക്കാളും ഇന്ന് പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇന്നത്തെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ചും ഇന്നത്തെ കേന്ദ്രത്തിലെ ഭരണകക്ഷി ആസൂത്രിതമായി അവരുടെ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓരോ നിമിഷവും നമ്മുടെ ഇടയിലുള്ള ഒരു മതപരമായ സെൻസിറ്റിവിറ്റിയെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആസൂത്രിതമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നു. എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് ആളുകൾക്കൊന്ന് പദം വരണം, അതിനു വേണ്ടിയിട്ടാണ് എക്സ്ട്രീമായിട്ടുള്ള കാര്യം. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത് എന്നിങ്ങനെ പറഞ്ഞ് അവസാനം നമ്മളൊന്ന് അതിനോടൊന്ന് എന്താ പറയുക, അതിനോടൊരു പദം വരിക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലായി മാറ്റുന്നതിന് വേണ്ടിയാണ് ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഇടയിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന നിഷ്കളങ്കരായ മതവിശ്വാസികൾക്കിടയിലും അവരുടെ മതം ഇന്നത്, ഞങ്ങൾ അവർ അല്ലെങ്കിൽ നമ്മൾ അവർ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് കേരളീയ സമൂഹവും ഭാരതീയ സമൂഹവും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകൾക്കകത്ത് കടന്നു വന്നു. നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്രത്തോളം ആ മതപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന് എനിക്കറിയില്ല. മിക്കവാറും ആളുകളുടെ വീട്ടിലുണ്ടാവില്ലല്ലോ. പക്ഷേ ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെ വീട്ടിലേക്കും ഈ ഒരു ക്യാമ്പയിൻ എത്തിപ്പെടുകയാണ്. അവരൊക്കെ ഈ ഒരു നമ്മൾ എന്നും അവർ എന്നുള്ള ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ആളുകൾ, അവരെ കണ്ടു പഠിക്കണം. കണ്ടില്ലേ അവരുടെ ഒരു ഒരുമ? അവരൊന്നിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഗുണം മുഴുവൻ ഉണ്ടാവുന്നത്. നമുക്കങ്ങനെ ഒരു ഒരുമയുണ്ടോ? എന്നിങ്ങനെയുള്ള ഈ നമ്മൾ എന്നും അവർ എന്നുമുള്ള സംഭാഷണങ്ങൾ നമ്മുടെ വീടുകൾക്കകത്തെ നിത്യ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഓരോ ദിവസവും ഉണ്ടാക്കപ്പെടുന്ന ആസൂത്രിത വിവാദങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതിൻ്റെ മറവിൽ മുങ്ങിപ്പോകുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രശ്നങ്ങളുണ്ട്. ക്യാൻസറിൻ്റെ മരുന്നിൻ്റെ വില 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. ലോകത്ത് തന്നെ ഏറ്റവും കുറവ് തുക ആരോഗ്യ മേഖലയ്ക്ക് നീക്കിവെച്ചിരിക്കുന്ന ഇന്ത്യ വലിയ രീതിയിൽ അത് കുറയ്ക്കാൻ പോകുന്നു. വീണ്ടും സൈനിക ബജറ്റ് ഓരോ വർഷവും കൂട്ടിക്കൂട്ടി കൊണ്ടുവരാൻ എന്ന സാഹചര്യം ഉണ്ടാകുന്നു. സാധാരണക്കാരൻ ഒരു 10,000 രൂപയ്ക്ക് ബാങ്കിലേക്ക് സമീപിച്ചാൽ അവനെ 25 ചാല് നടത്തിച്ച് അവസാനം നിനക്ക് ലോണില്ല എന്ന് പറഞ്ഞ് തിരിച്ചടയ്ക്കുന്ന നമ്മുടെ പൊതുമേഖലാ ബാങ്കുകൾ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ 6,000 7,000 കോടി രൂപ അംബാനിമാർക്കും അദാനിമാർക്കും വായ്പ എടുത്തു കൊടുക്കുന്നു. തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ, ഇത് കിട്ടാക്കടമായി മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ കൊള്ളകൾക്ക്, ഇത്തരത്തിലുള്ള വലിയ ജനദ്രോഹപരമായ നടപടികൾക്ക് മറപിടിക്കുന്നതിന് വേണ്ടിയാണ്
ആസൂത്രിതമായ ഈ വിവാദങ്ങൾ ഓരോന്നോരോന്നായി ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ രാജ്യസ്നേഹിയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെതാണ് രാജ്യസ്നേഹമെങ്കിൽ, ഗോഡ്സെയുടെ ഇതാണ് രാജ്യസ്നേഹത്തിൻ്റെ നിർവചനമെങ്കിൽ, ഞാനിതാ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാനൊരു രാജ്യസ്നേഹിയല്ല. അത്തരമൊരു രാജ്യത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മൾ സ്നേഹിക്കുന്നത് ഒരു മതേതര ഇന്ത്യയാണ്. ഗോഡ്സെയുടെ രാജ്യസ്നേഹം ഒരു മതേതര ഇന്ത്യക്ക് വേണ്ടിയായിരിക്കില്ല ഒരിക്കലും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലിബറൽ ഇന്ത്യക്ക് വേണ്ടിയാണ്. ഗോഡ്സെയ്ക്ക് ഒരിക്കലും ഒരു ലിബറൽ ഇന്ത്യയെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഗോഡ്സെയുടെ രാജ്യസങ്കല്പം ഈ രാജ്യത്തിൻ്റെ മുഴുവനുമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഭാരതരത്നയെ പോലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ബ്രിട്ടീഷുകാരൻ്റെ തൂക്കുമരത്തിന് മുമ്പിൽ തല കുനിക്കാതെ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് ആ തൂക്കുമരത്തെ ഏറ്റുവാങ്ങിയ ഭഗത് സിംഗ്, അദ്ദേഹത്തിന് ഭാരതരത്ന നൽകപ്പെടുന്നില്ല. സ്വാമി വിവേകാനന്ദൻ ആ പദവിയിലേക്ക് അർഹനാണ് എന്ന് ഭരണാധികാരികൾക്ക് തോന്നുന്നില്ല. രവീന്ദ്രനാഥ ടാഗോർ ആ പദവിയിലേക്ക് അർഹനാണ് എന്ന് ഭരണാധികാരികൾക്ക് തോന്നുന്നില്ല. മഹാത്മാഗാന്ധി പോലും സ്വന്തം ഗുരുതുല്യനായി കരുതിയിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ ആ പദവിക്ക് അർഹനാണ് എന്ന് തോന്നുന്നില്ല. മദൻ മോഹൻ മാളവീയ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമാണ് അതിനർഹൻ എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ സന്ദേശം ഈ രാജ്യത്തിന് മുഴുവനുള്ളതാണ്. അദ്ദേഹം 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്നു. സ്വാഭാവികമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും സമുന്നതരായ തലയെടുപ്പുള്ള നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. വലിയ പണ്ഡിതനായിരുന്നു, സംസ്കൃത പണ്ഡിതനായിരുന്നു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപക നേതാവാണ്. ദീർഘകാലം ജയിലിൽ കടന്നിട്ടുള്ള വ്യക്തിയാണ്. മികച്ച പ്രഭാഷകനായിരുന്നു. പക്ഷേ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മദൻ മോഹൻ മാളവീയ ഭാരതരത്നമായി ഉയർത്തപ്പെട്ടതിൻ്റെ പുറകിലുള്ള കാരണം അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലെ അതുല്യമായ സംഭാവനകളാണ് എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ സ്ഥാപക നേതാവ് കൂടിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ആ പദവിക്ക് അർഹനാക്കുന്നത്. ഏതാണ് ഹിന്ദു മഹാസഭ എന്ന് നമുക്കറിയാം. മഹാത്മാഗാന്ധിയെ കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ സംഘടനയാണ് ഹിന്ദു മഹാസഭ. അപ്പോൾ ഗാന്ധിയെ കൊന്ന ഗോഡ്സെയെ സൃഷ്ടിച്ച ഹിന്ദു മഹാസഭയുടെ സൃഷ്ടാവ്, അതാണ് മാളവീയയുടെ അഡ്രസ്സ്. ഗാന്ധിയെ കൊന്ന വ്യക്തിയുടെ, ആ വ്യക്തിയെ സൃഷ്ടിച്ച പ്രസ്ഥാനത്തിൻ്റെ, ആ പ്രസ്ഥാനത്തെയും സൃഷ്ടിച്ച വ്യക്തി. ഈ രീതിയിൽ നമ്മുടെ ദേശീയ പ്രതീകങ്ങളെ, ദേശീയ സങ്കല്പങ്ങളെ, ഈ രാജ്യമെന്ന സങ്കല്പത്തെ, ഈ ഘർ എന്ന് പറയുന്ന ആശയത്തെ, അതിനെപ്പോലും മാറ്റി വരയ്ക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ നമുക്കതിനോട് വളരെ കണ്ണടച്ചിരുട്ടാക്കാനോ അതിനെ അലസ മനോഭാവത്തോടു കൂടി സമീപിക്കാനോ സാധ്യമല്ല. അതുകൊണ്ട് പുതിയ ചില സങ്കല്പങ്ങളിലേക്ക്, പുതിയത് എന്ന് വിശേഷിപ്പിക്കുന്നില്ല, ഈ സമൂഹത്തിൽ അധികം പരിചിതമല്ലാത്ത ജ്ഞാനോദയ മൂല്യങ്ങളിലേക്ക്, ഭരണഘടനാ മൂല്യങ്ങളിലേക്ക്. ജ്ഞാനോദയ മൂല്യമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾക്ക് മനസ്സിലാവില്ല, ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ, എല്ലാ നല്ല മൂല്യങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിരിക്കുന്ന ഇന്ത്യയുടെ യഥാർത്ഥ വിശുദ്ധ ഗ്രന്ഥം അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് പോലും വേണ്ട രീതിയിൽ ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം നമുക്ക് പലപ്പോഴും തോന്നിപ്പോവുകയാണ്. ഇപ്പം ശബരിമലയിലേക്കുള്ള അല്ലെങ്കിൽ പമ്പയിലേക്കുള്ള KSRTC ബസ്സിൽ നിന്ന് കുറച്ച് ആളുകളെ ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരു ചാനൽ സംഘടിപ്പിച്ച ചർച്ചയിൽ കേരളത്തിലെ ഒരു IPSകാരി പറഞ്ഞ വാചകം ഞാൻ വായിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്ക് ഇതിൽ തന്നെ പോകണമെന്ന് നിർബന്ധമുണ്ടോ, വേറെയും ബസ് ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറയുകയാണ്, ഇത് നിയമപരമാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. സത്യം പറഞ്ഞാൽ അവർ പറയേണ്ട അഭിപ്രായം ആ വിഷയത്തിൽ മാത്രമാണ്. ഇത് നിയമപരമാണോ അല്ലയോ എന്ന് പറയാനുള്ള മാൻഡേറ്റാണ് അവർക്കുള്ളത്. അത് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഭരണകൂടം, ഞാൻ പറയുന്നത് നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പൊതു മനോഭാവം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും അത് ഈ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കിസ് ഓഫ് ലവിൻ്റെ പ്രവർത്തകർ പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ പ്രതിലോമ ശക്തികൾ, വിധ്വംസക ശക്തികൾ അവർ തെരുവിൽ നിന്ന് നേരിട്ട് ഇത്തരം സമരക്കാരെ ആക്രമിക്കുമ്പോൾ അതിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ നമ്മുടെ
സംവിധാനങ്ങൾക്ക്, ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ മുഴുവൻ മനോഭാവങ്ങൾക്കെതിരായി കൂടി, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചു കൂടിയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ആ മനോഭാവ മാറ്റം ഈ സമൂഹത്തിൽ മുഴുവൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, അതിന് ഏറ്റവും ഉചിതമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ അവാർഡ് നിർണയ സമിതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് എന്ന എൻ്റെ അഭിപ്രായം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. അഭിവാദനങ്ങൾ.